അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉന്നക്കായാണ് കേട്ടോ. അപ്പോൾ ഉന്നക്കായൊക്കെ പാകമായിട്ടുള്ള പഴം എടുത്തിട്ട് ഇതേപോലെ മുറിച്ചിട്ട് നമ്മൾ ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ. നമ്മളൊരു പഴയ ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ, ഇതിലാണ് നമ്മൾ ആവി കയറ്റി എടുക്കുന്നത്. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കൂട്ടുണ്ടാക്കുന്നുണ്ട്. അതിന് നമ്മൾ തേങ്ങ, നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ടിട്ട് ഏലക്കായൊക്കെ പൊടിച്ചിട്ടിട്ട് അത് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ടേസ്റ്റ് വരാൻ വേണ്ടി അതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ചൂടൊന്ന് ആറാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ പഴം ആവി കയറി സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് ചൂടോടെ തന്നെ തൊലി ഒടിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് എന്താ പറയുക, പഞ്ചപ്പരിവ് ആവണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഓരോരോ പിടി എടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ആക്കിയിട്ട് അതിലേക്ക് നമ്മളെ മിക്സ് കൂടി വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതേ നല്ല രീതിയിൽ ഇങ്ങനെ റൗണ്ടല്ല ഉരുട്ടി എടുക്കുകയാണ് കേട്ടോ. പിന്നെന്താ, ഇങ്ങനെ ഓരോന്നും നമ്മൾ ഉരുട്ടി എടുത്തിട്ട് നല്ല ചൂടാക്കിയിട്ടുള്ള വെളിച്ചെണ്ണയിലോ ഓയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചിട്ട് അങ്ങോട്ട് എടുക്കുക. ഒരു ചുവപ്പ് നിറം വന്നോട്ടെ കേട്ടോ. അപ്പോഴാണ് കാണാൻ ഉന്നക്കായ ഭംഗിയുള്ളൂ. അടുത്ത ഇഫ്താർ സ്പെഷ്യലായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.